ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ശർക്കട്ടുപ്പേരിയാണ്. ഓണം സ്പെഷ്യലായിട്ടുള്ള ശർക്കട്ടുപ്പേരിയാണ് നമ്മളിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ചില സ്ഥലങ്ങളിൽ ഇതിന് ശർക്കര വരട്ടി എന്നും പറയും. അപ്പം ഈ ഓണത്തിന് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാതെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഇതെങ്ങനെ തയ്യാറാക്കാൻ പറ്റുക നോക്കാം. 1 കിലോ നേന്ത്രക്കായാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നേന്ത്രക്കായ എടുക്കുമ്പോൾ നല്ല വലുപ്പമുള്ള നല്ല വണ്ണമുള്ള കായ വേണം സെലക്ട് ചെയ്യാനായിട്ട്. അതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കായ വേണം കേട്ടോ. വാടിയതൊന്നാണെങ്കിൽ അത്ര നല്ല ടേസ്റ്റിൽ ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയിട്ട് വരില്ല. ആദ്യം തന്നെ നമുക്ക് ഈ കായ തൊലി കളഞ്ഞെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ചില ആളുകൾക്ക് പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞെടുക്കാനൊക്കെ അറിയാം. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എനിക്കും അത്ര നന്നായിട്ട് തൊലി കളയാൻ അറിയില്ല. അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ 2 സൈഡുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയും. അതിനുശേഷം ഇതിന് ചെറിയ ചെറിയ വരകൾ ഇട്ട് കൊടുക്കും. നമ്മുടെ കായയുടെ ഉള്ളിലത്തെ മുറിയാതെ തൊലി മാത്രം കട്ട് ചെയ്യുന്ന പോലെ വരകൾ ഇട്ട് കൊടുത്തിട്ട് കത്തി കൊണ്ട് ചെറുതായി ഒന്നിങ്ങനെ അടർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പൊളിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ചില ആളുകൾക്ക് ഇത്രയൊന്നും ഇല്ല കേട്ടോ. ഒരു വര ഇട്ടിട്ട് തന്നെ അവർ നല്ല സിമ്പിളായിട്ട് പൊളിച്ചെടുക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ കാണിക്കുന്നത്. ഇനി ഈ കായ നടുവേ മുറിച്ചെടുക്കണം. ഇനി നമുക്ക് ഇത് 1/2 ഇഞ്ച് കനമുള്ള കഷ്ണങ്ങളാക്കിയിട്ട് മഞ്ഞളും ഉപ്പിട്ട വെള്ളമാണ് ഇട്ടത് ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. നമ്മൾ ചിപ്സിന് വറുക്കുന്ന അത്ര കായ ചിപ്സിന് വറുക്കുന്ന അത്ര നൈസായിട്ടല്ല അരിയേണ്ടത്. കായ ചിപ്സിന് വറുക്കുന്നതിൻ്റെ ഒരു ഡബിൾ സൈസൊക്കെ വേണം. ഡബിൾ അല്ലെങ്കിൽ ഒരു ട്രിപ്പിൾ സൈസിലൊക്കെ വേണം നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട്. പിന്നെ നമ്മളിങ്ങനെ അരിയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഒരേ കനത്തിൽ തന്നെ ആയിരിക്കണം കേട്ടോ. കായ മൊത്തം അരിയുന്നത് ഒരേ കനത്തിലായിരിക്കണം. എന്നാലാണ് നമുക്കിത് ഒന്നിച്ച് വറുക്കുമ്പോൾ ഒരേ ഫ്രൈ ആയിട്ട് കിട്ടുള്ളൂ. ബാക്കിയുള്ള കായം കൂടെ നമുക്ക് ഇതുപോലെ തൊലി കളഞ്ഞ് ഉപ്പും മഞ്ഞളിട്ട വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ട് വെക്കാം. ഇപ്പം നമ്മളെല്ലാതും അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നല്ലപോലെ കഴുകിയെടുക്കാം. നല്ലപോലെ കഴുകിയിട്ട് വെള്ളം വാർക്കാനായിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് വെക്കണം. ഇനി നമുക്ക് ചിപ്സ് ഫ്രൈ ചെയ്യാനായിട്ട് ആവശ്യമുള്ള വെളിച്ചെണ്ണ ചൂടാക്കാൻ വെക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കായ മൊത്തത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈ ആയി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് 2 അല്ലെങ്കിൽ 3 പോർഷൻസ് ആയിട്ട് വേണം ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചിപ്സ് ഫ്രൈ ചെയ്യാനായിട്ട്. കാരണം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുപോലെ ഉള്ളിൽ നല്ലപോലെ വെന്തും കിട്ടില്ല നമുക്ക്. അപ്പോൾ നമ്മുടെ കായ നമ്മൾ കുറച്ച് കനത്തിൽ അരിഞ്ഞത് കൊണ്ട് കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മെല്ലെ വേണം ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. കുറച്ചധികം സമയം എടുക്കും നമുക്ക് ഈ കായ ഫ്രൈ ആയി കിട്ടാനായിട്ട്. ഒരുവിധം ഫ്രൈ ആയെന്ന് തോന്നുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരെണ്ണം പുറത്തെടുത്തിട്ട് ഒന്ന് ഒടിച്ച് നോക്കാം. നല്ലപോലെ ക്രിസ്പി ആയതിനു ശേഷം മാത്രമേ നമ്മളിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാൻ പാടുള്ളൂ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കനം കുറഞ്ഞ കായ ചിപ്സിൻ്റെ അത്രയും ക്രിസ്പി തന്നെ ആയിരിക്കണം ഇപ്പം ഇതുപോലെ കനത്തിൽ ഫ്രൈ ചെയ്യുമ്പോഴും. എന്നാലാണ് നമ്മുടെ ശർക്കട്ടുപ്പേരി നല്ല ക്രിസ്പി ആയിട്ടിരിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മളിത് ശർക്കരയിൽ ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് കുഴഞ്ഞ് തണുത്ത് പോവും. അതുകൊണ്ട് നല്ലപോലെ ക്രിസ്പി ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. പിന്നെ നമ്മളിതിലേക്ക് ഉപ്പുവെള്ളമൊന്നും തെളിച്ച് കൊടുക്കില്ല കേട്ടോ. ചിപ്സ് ഇവിടെ കിടന്ന് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര ഒഴിക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 6 പീസ് ശർക്കരയാണ് കേട്ടോ ഞാനിവിടെ ചേർക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന ഈ ശർക്കട്ടുപ്പേരി ഒരു മീഡിയം മധുരമുള്ളതാണ് കേട്ടോ. നല്ല മധുരമില്ല, ഒരു മീഡിയം മധുരമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മധുരം തന്നെയാണിത്. കൂടുതലും നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കുറച്ചും കൂടെ മധുരം ഉണ്ടായിരിക്കും ശർക്കരയുടെ. അപ്പോൾ അത്രയ്ക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 7 പീസ് ചേർക്കാം. അതിൽ കൂടുതൽ വേണമെന്നില്ല കേട്ടോ. 6 പീസിൽ തന്നെ അത്യാവശ്യം മധുരം ഉണ്ട്. കൂടുതലായി 7 പീസ്, അതിൽ കൂടുതൽ ശർക്കര ചേർക്കണമെന്നില്ല. നമുക്കിനി ഈ ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു സൈഡിൽ നമ്മൾ ചിപ്സ് വറുക്കാനിട്ടിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ഇടയ്ക്ക് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ നല്ലപോലെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് അരിച്ചിട്ട് ഒരു പാത്രത്തിൽ ഒഴിച്ച് മാറ്റി വയ്ക്കാം. നമ്മുടെ ചിപ്സും നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഒരെണ്ണെടുത്തിട്ട് ഒന്ന് ഒടിച്ച് നോക്കി. അപ്പോൾ നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റി ഒരു ടിഷ്യൂ പേപ്പറിൽ ഇട്ടിട്ട് നമുക്ക് എണ്ണ വറുക്കാനായിട്ട് വെക്കാം. അപ്പോൾ ബാക്കിയുള്ള ചിപ്സ് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് തന്നെ വറുത്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് അരിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള സാധാരണ നമ്മൾ ചോറ് വയ്ക്കാനൊക്കെ എടുക്കുന്ന അരിയാണ് 1/2 കപ്പ് എടുത്തിരിക്കുന്നത്. അതുപോലെ കുറച്ച് സ്പൈസസ് വേണം. അതായത് ചുക്ക് വേണം, നല്ല ജീരകം വേണം, ഏലക്ക വേണം. ചുക്ക് ഞാനിവിടെ വലിയ 2 പീസ് തന്നെ എടുത്തിട്ടുണ്ട്. അതുപോലെ നല്ല ജീരകം ഒരു 3/4 ടീസ്പൂൺ എടുത്തിരിക്കുന്നത്. ഏലക്ക ഒരു 4 എണ്ണം. നമ്മളിതിൽ ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്നത് ചുക്കാണ് കേട്ടോ. ചുക്ക് വലിയ 2 പീസ് എടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് അരി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അരി ഒന്ന് കഴുകിയെടുക്കുക. കുതിർന്നൊന്നും പോകരുത്. ജസ്റ്റ് കഴുകിയെടുത്തിട്ട് നല്ല ടവലിൽ തുടച്ചെടുക്കുക. അതിനുശേഷം നല്ല ചൂടായിട്ടുള്ള ചീഞ്ചട്ടിയിലിട്ടിട്ട് വറുത്തെടുക്കുക. അപ്പം ഈ നമ്മൾ വറുക്കാനെടുക്കുന്ന ഈ പാത്രം നല്ല ചൂടായതിന് ശേഷം മാത്രം അരി ചേർക്കണം കേട്ടോ. എന്നാലാണ് നല്ലപോലെ ഫ്രൈ ആയിട്ട് നമുക്ക് അരി കിട്ടുക. അരി ഇതാ ഇവിടെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചുക്കും ജീരകവും ഏലക്കയും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ചുക്കൊന്ന് ചെറുതായി ചതച്ചെടുത്തു കേട്ടോ. നമ്മൾ മിക്സിയുടെ ജാറിലിടുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാനായിട്ട് ചുക്ക് ചെറുതായി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിൻ്റെ ഒപ്പം നമുക്ക് അരി വറുത്ത് വെച്ചതിൻ്റെ ഒരു പകുതി പോർഷൻ ഇതിൻ്റെ ഒപ്പം ഇട്ടിട്ട് പൊടിക്കാം. ബാക്കി പകുതി വേറെ പൊടിച്ച് നീക്കി വെച്ചാൽ മതി. നമ്മൾ ശർക്കരപ്പേരി തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് പോരാത്തത് പൊടി കോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് അഡീഷണലായിട്ട് ചേർക്കാനാണ് നമ്മൾ അരി കുറച്ച് വറുത്ത് പൊടിച്ച് വേറെ വെക്കുന്നത്. അപ്പം ഈ സ്പൈസസ് എന്തായാലും ചേർക്കണം. അതിനൊപ്പം കുറച്ച് അരിപ്പൊടിയും കൂടെ എന്തായാലും ചേർക്കണം. അപ്പോൾ അത് ഒന്നിച്ച് ആദ്യം തന്നെ പൊടിച്ചെടുക്കാം. ഇതുപോലെ നല്ല നൈസ് പൊടിയായിട്ട് പൊടിച്ചെടുക്കണം. ഇപ്പം നമ്മൾ ശർക്കരപ്പേരിക്ക് ചെയ്യേണ്ട ഒരുക്കങ്ങളൊക്കെ ഇവിടെ ചെയ്ത് കഴിഞ്ഞു. ചിപ്സ് വറുത്തെടുത്തിട്ടുണ്ട്, ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്, അതുപോലെ സ്പൈസസും പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഈ ശർക്കര പാനി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശർക്കര പാനി നല്ലപോലെ വറ്റി ഒരു നൂൽ പാകമായിട്ട് കിട്ടണം കേട്ടോ. നമ്മൾ 2 വിരലിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഒരു നൂല് വരുന്ന പാകം, അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതതിന് ശേഷം വേണം നമുക്ക് ചിപ്സ് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ശർക്കരപ്പാനി വറ്റി കുറച്ച് ഒരു നൂല് പാകം എത്താനായിട്ട് കുറച്ച് ടൈം എടുക്കും. അതുവരെ നമ്മൾ ഇടവിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ 2 വിരലിലെടുത്ത് നോക്കുമ്പോൾ ഒരു നൂല് ഫോം ചെയ്യുന്ന പോലെ തോന്നും. അതുപോലെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ ചിപ്സ് ചേർത്ത് കൊടുക്കുക അതിലേക്ക്. ഇനി പെട്ടെന്ന് തന്നെ ഇളക്കണം കേട്ടോ. അത് പെട്ടെന്ന് ഇളക്കിയില്ലെങ്കിൽ നല്ലപോലെ ഉറച്ചു പോകും ശർക്കര. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇളക്കി എല്ലാ സ്ഥലത്തും ശർക്കരയുടെ കോട്ടിങ് എത്തുന്ന പോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ശർക്കര നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന സ്പൈസസിൻ്റെ പൊടി ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി പെട്ടെന്ന് തന്നെ ഇളക്കി എല്ലാ ഭാഗത്തും ഒരു കോട്ടിങ് പോലെ വരണം. അതുപോലെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിന് മുകളിലേക്ക് നമ്മൾ കൂടുതലായിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന അരിയുടെ പൊടി അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ കോട്ടിംഗ് ആയിട്ട് എടുക്കണം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ചിപ്സൊക്കെ നല്ലപോലെ ഒട്ടിയിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. പക്ഷെ കുഴപ്പമില്ല, ഇത് ചൂടോട് കൂടി ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ തോന്നുന്നത്. അപ്പോൾ ചൂടാറി കഴിഞ്ഞാൽ നമുക്കിതൊക്കെ വേറെ സെപ്പറേറ്റ് പീസായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം നമുക്കിത് ടിന്നിലാക്കി സൂക്ഷിക്കാം. ഇപ്പോൾ ഒരുവിധം ചൂടാറിയിട്ടുണ്ട്. നമ്മുടെ ചിപ്സൊക്കെ നല്ലപോലെ വിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. നമുക്ക് ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ശർക്കരപ്പേരി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.